ഹലോ, നമസ്കാരം. കോച്ച് ഷഫീഖാണ്. ഖത്തറിലൊരു പേഴ്സണൽ ട്രെയിനറാണ്. അങ്ങനെ ടാക്സി വന്നു. ജിമ്മിലോട്ടുള്ള യാത്രയിലാണ്. അറിയാലോ, ഇപ്പോൾ ഖത്തറിൽ അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ക്ലൈമറ്റാണ്. ഏകദേശം 40 to 50 ആ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മാക്സിമം ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എനിവേ, ഇന്ന് നമുക്ക് ജിമ്മിൽ ബിഗിനേഴ്സ് വരുത്തുന്ന കുറച്ച് പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ബിഗിനേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അല്ലെങ്കിൽ തുടക്കക്കാരെ കളിയാക്കി പറയാമെന്ന് വിചാരിക്കരുത്. സോറി ഫോർ ദാറ്റ്. അവർ മറ്റുള്ളവരുടെ വർക്കൗട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന വർക്കൗട്ട് അതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അവരുടെ ഗോള് ഒന്നെങ്കിൽ മസിൽ ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അതൊരിക്കലും നമുക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് പ്ലാന് ഒരു കോച്ചിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് വേണ്ടത്. പിന്നെ രണ്ടാമത് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രോപ്പറായിട്ടുള്ള ഫോം ആൻഡ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാതെ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെഡ് ലിഫ്റ്റ് ആയിക്കോട്ടെ, സ്ക്വാട്ട് ആയിക്കോട്ടെ, ബെഞ്ച് പ്രസ് ആയിക്കോട്ടെ, വാട്ടെവർ. ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫോം വളരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത് അല്ലെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ടത്, കൺസിസ്റ്റൻസി കൊണ്ടുവരിക. അത് വീക്കിലി 3 days ആവാം, വീക്കിലി 4 days ആവാം. എങ്ങനെ ആയാലും നിങ്ങളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് റെഗുലർ ബേസിൽ അത് കൊണ്ടുപോകുക. അല്ലാണ്ട് ഒരു മാസം പോയി, അല്ലെങ്കിൽ ഒരാഴ്ച പോയി, അല്ലെങ്കിൽ ഒരു 6 മാസം പോയിട്ട് പിന്നെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടില്ല. സോ പരമാവധി നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. അതുപോലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.